രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സിപിഐ കൗൺസിലിൽ തർക്കം. പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് സിപിഐ കൗൺസിൽ വി.എസ്. സുനിൽകുമാർ. സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും സുനിൽകുമാർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, ഏത് രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് കൗൺസിൽ കടന്നു എന്നാണ്? സുനിൽകുമാർ മാത്രമാണോ ആ എതിരഭിപ്രായം പ്രകടമാക്കിയത്? പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനാണ് സുനിൽകുമാർ എതിർപ്പ് അറിയിച്ചത്. സുനീർ ചെറുപ്പമായിരുന്നു, ഇനിയും സമയമുണ്ടായിരുന്നു സുനിൽകുമാർ പറഞ്ഞു. മുതിർന്ന നേതാവ്, അതായത് കെ പ്രകാശ് റാവുവിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ CPI പരിഗണിച്ചത്. അതിന് പകരം സുനീറിനെ അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുതിർന്ന നേതാവിനെ അയക്കണമായിരുന്നുവെന്ന് സുനിൽകുമാർ കൗൺസിലിൽ പറഞ്ഞു. എന്നാൽ സുനിൽകുമാറിനെ പരിഹസിച്ച് AYF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ സംസാരിച്ചു. 40 വയസ്സിന് മുൻപ് MLA-യും 50-ന് മുമ്പ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണമെന്നായിരുന്നു അരുണിന്റെ പരിഹാസം. ഈ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ട എന്നൊരു പൊതുവികാരം എക്സിക്യൂട്ടീവ് എടുത്തതുപോലെ കൗൺസിലിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട എന്ന ചർച്ചയും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് സംസ്ഥാന കൗൺസിലിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് നിലപാടെടുത്തത്. മുഖ്യമന്ത്ര്ക്കെതിരെ ഉയർന്ന വിമർശനത്തിനായിരുന്നു ബിനോയിയുടെ മറുപടി. 2019 മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ ഇതേപോലെ വിമർശിച്ചിരുന്നു സംസ്ഥാന കൗൺസിലിലും മറ്റു യോഗങ്ങളിലുമൊക്കെ. എന്നാൽ പിന്നീട് പിണറായിയുടെ പിറകെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇതേ നേതാക്കൾ തന്നെ നടന്നതും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ല, തോറ്റേക്കുന്നത് ഒരാളുടെ മാത്രം കുറ്റമല്ലെന്നും ബിനോയ് വിശ്വം മറുപടിയായി പറഞ്ഞു. AYF SFI തർക്കമുണ്ട്, അത് CPI തർക്കമായി മാറുന്നുണ്ടായിരുന്നു. SFI തെറ്റ് ചൂണ്ടിക്കാട്ടിയ SFI-യും ASF-ഉം തമ്മിൽ പോരടിക്കേണ്ടെന്ന ബിനോയ് വിശ്വം കൗൺസിലിൽ നിർദ്ദേശിച്ചു. തെറ്റുകൾ കണ്ടാൽ താൻ ഇനിയും ചൂണ്ടിക്കാട്ടും, പക്ഷെ അതിന്റെ പേരിൽ ASF-ഉം SFI-യും തെരുവിൽ പോരടിക്കേണ്ടവരല്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. വി അരുൺ വിവരങ്ങൾ നൽകിയത്.